നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം കൊടുമ്പിരികൊണ്ടിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അതീവ ഗൗരവകരമായ ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ച കാര്യം ഇതൊന്നുമല്ല. ഈ ഔദ്യോഗിക ചർച്ചയിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എലോൺ മസ്കും പങ്കുചേർന്നു എന്നതാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ നിർണായക സംഭാഷണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനു നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് ശേഷം മോദിയും ട്രംപും തമ്മിൽ നടത്തുന്ന ആദ്യ സംഭാഷണമാണിത്. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യവും പ്രത്യേകിച്ച് ലോകത്തിലെ എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമാണ് ചർച്ചയിലെ പ്രധാന വിഷയം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചാൽ അത് ലോക സമ്പദ്വ്യവസ്ഥയെയും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും സഹകരിക്കുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. എന്നാൽ എന്തുകൊണ്ടാണ് എലോൺ മസ്ക് ഈ കോളിൽ പങ്കെടുത്തത്? ഇതൊരു സാധാരണ നയതന്ത്ര ചർച്ചയാണോ അതോ ബിസിനസ് താൽപ്പര്യങ്ങളാണോ ഇതിന് പിന്നിൽ? ട്രംപ് ഭരണകൂടത്തിൽ മസ്കിന് വലിയ സ്വാധീനമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാനിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കൂടാതെ മസ്കിന്റെ കമ്പനികൾക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള നിക്ഷേപങ്ങളും ഇന്ത്യയിലെ വിപണി ലക്ഷ്യങ്ങളും ഈ പങ്കാളിത്തത്തിന് കാരണമായിട്ടുണ്ടാകാം എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു സ്വകാര്യ വ്യക്തി രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള യുദ്ധകാല ചർച്ചയിൽ ഇടപെടുന്നത് നയതന്ത്ര ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഏറെ നിർണായകമാണ്. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായിരിക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. യുദ്ധം പടരാതിരിക്കാൻ മോദി നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളെ ട്രംപ് ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. യുദ്ധം അവസാനിക്കുമോ അതോ മസ്കിനെ പോലെയുള്ളവരുടെ ഇടപെടൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.